പ്രിയപ്പെട്ടവരെ, പശ്ചിമേഷ്യയിൽ നിന്നുള്ള കഴിഞ്ഞ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഹമാസ് ഇന്ന് 4 മൃതദേഹങ്ങൾ ഇസ്രയേലിലേക്ക് വിട്ടുകൊടുത്തു. അത് 2023 ഒക്ടോബർ 7-ാം തീയതി ഇസ്രയേലിൽ നിന്ന് ഹമാസ് ബന്ദികളാക്കിയ 4 പേര്. അവരെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിൽ ഒരു അമ്മയും 33 വയസ്സുള്ള ഷിറി അൽബാഗും അവരുടെ 2 കുഞ്ഞുങ്ങളും ഏരിയയിലും കഫിറുമാണ്. ഈ 3 പേരും ഇസ്രയേലിന്റെ തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പോയിരുന്നു എന്ന് 2023 നവംബർ മാസത്തിൽ തന്നെ ഹമാസ് പറഞ്ഞിട്ടുള്ളതാണ്, അറിയിച്ചിട്ടുള്ളതാണ് ഔദ്യോഗികമായിട്ട് തന്നെ. പക്ഷേ ഇസ്രയേൽ അവരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നില്ല. അപ്പോൾ ഈ 3 മൃതദേഹങ്ങളും ഒപ്പം മറ്റൊരു ബന്ദിയുടെ മൃതദേഹം കൂടി, അങ്ങനെ 4 മൃതദേഹങ്ങളാണ് ഇന്ന് വിട്ടുകൊടുത്തത്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹമാസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇസ്രയേലിന്റെ പ്രസിഡന്റ് ഐസക് ഹെർസോഗ്, പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് അടക്കമുള്ള ഇസ്രയേലിലെ രാഷ്ട്രീയ പ്രമുഖർ അല്ലെങ്കിൽ ഭരണാധികാരികളൊക്കെ നടത്തിയത്. അതിൽ ഈ 2 കുഞ്ഞുങ്ങളുടെ ചോരയ്ക്ക് ഞങ്ങൾ കണക്ക് ചോദിക്കും, ഞങ്ങളുടെ ഹൃദയം മുറിഞ്ഞു എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അതേസമയം ഇസ്രയേൽ കാറ്റ്സ് പറയുന്നു ഇത് രാജ്യത്തിന്റെ ഹൃദയമാണ് യഥാർത്ഥത്തിൽ മുറിഞ്ഞത്. രാജ്യത്തോട് അദ്ദേഹം ക്ഷമ പറയുന്നു, ഞങ്ങൾക്ക് നിങ്ങളെ ജീവനോടെ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞില്ല, അത് ഞങ്ങളുടെ പരാജയമാണ് എന്ന് ഐസക് ഹെർസോഗ് പറയുന്നു. അതേസമയം പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും പറയുന്നത് ഹമാസിന്റെ കൊടും ക്രൂരതയാണ്, ക്രൂരതയുടെ തെളിവാണ് ഈ കുടുംബത്തിന്റെ മരണം, അതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യും, അതിന് ഹമാസ് വില നൽകേണ്ടി വരും എന്ന് പറയുന്നു. പക്ഷേ ഹമാസ് ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ മോചിപ്പിക്കുന്ന സമയത്ത് ഒരു വലിയൊരു ബാനർ ഉയർത്തിയിരുന്നു. ആ ബാനറിൽ അവർ പറഞ്ഞിരുന്നത് യുദ്ധക്കുതിയനായ ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സയനിസ്റ്റ് സൈന്യവും അവരുടെ പോർവിമാനങ്ങളിൽ നിന്ന്, അവരുടെ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ബോംബുകൾ വർഷിച്ചാണ് ഈ കുടുംബത്തെ കൊന്നുകളഞ്ഞത് എന്ന് ഹമാസ് പറയുന്നു. അവർ പറയുന്നുണ്ട് നേരത്തെ തന്നെ തങ്ങൾ ഈ കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരുന്നതാണ് എന്ന്, അല്ലെങ്കിൽ പറഞ്ഞിരുന്നതാണ് എന്ന്, ഈ കുടുംബം കൊല്ലപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഈ മൃതദേഹങ്ങൾ ഇസ്രയേലിലെ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് കൊണ്ടുവന്നു. ഈ 4 പേരുടെയും മൃതദേഹങ്ങൾ അവരുടേത് തന്നെയാണെന്ന് ഇതിനകം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹമാസിന്റെ കൊടും ക്രൂരതയുടെ ഒരു ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ഇന്ന് ഈ മാധ്യമങ്ങളൊക്കെ ഈ സംഭവത്തെ എടുത്തിങ്ങനെ വിശദീകരിക്കുന്നത്. തീർച്ചയായും 2 കുഞ്ഞുങ്ങൾ, അവരുടെ മരണം, അവരുടെ അമ്മയുടെ മരണവും ഒരു കുടുംബത്തിന്റെ മരണം, അവരുടെ ഭർത്താവിന് നേരത്തെ ഇസ്രയേലിലേക്ക് ഹമാസ് വിട്ടയച്ചിരുന്നു. അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ വിട്ടയച്ചിരുന്നു. 484-ാം ദിവസമാണ് അദ്ദേഹത്തെ വിട്ടയക്കുന്നത്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്. ഏറ്റവും നിർഭാഗ്യകരമായ സംഭവമാണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. പക്ഷേ അവിടെ മറുവശത്ത് 20,000-ത്തിലധികം കുഞ്ഞുങ്ങൾ, അതിൽ എത്രയോ ആയിരക്കണക്കിന് നവജാത ശിശുക്കൾ പോലുമുണ്ട്. അത്രയും കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ ബെഞ്ചമിൻ നെതന്യാഹുവിനും അതുപോലെ ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സിനുമൊക്കെ ഇങ്ങനെയൊക്കെ പറയാനുള്ള ധാർമ്മികമായ ഒരു പശ്ചാത്തലമുണ്ടോ, അല്ലെങ്കിൽ ധാർമ്മികമായ അവകാശമുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് ചോദിക്കുമ്പോൾ ചിലത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതായത് ഈ 20,000 കുഞ്ഞുങ്ങളെ അല്ലല്ലോ ആദ്യം കൊന്നത്, അതിനു മുമ്പേ ഈ 2 കുട്ടികളെ പിടിച്ചുകൊണ്ടു പോയിരുന്നല്ലോ ഹമാസ് എന്ന് ചോദിക്കുന്നവരുമുണ്ട്. നിഷ്കളങ്കമായ ചോദ്യമാണല്ലോ. അങ്ങനെയുള്ളവർ വിചാരിക്കുന്നത് 2023 ഒക്ടോബർ 7-ാം തീയതി നേരം പുലരുന്ന സമയത്ത് പ്രഭാതം പരപര വെളുക്കുമ്പോഴേക്കും ഹമാസ് എങ്കിൽ പിന്നെ ഇസ്രയേലിലേക്ക് ഇരച്ചു കയറി കുറേയധികം ആളുകളെ കൊല്ലാം, കുറേയധികം ആളുകളെ ബന്ദിയാക്കി കൊണ്ടുവരാം എന്ന് വിചാരിച്ചിരുന്നു. ആ ഒറ്റ പ്രഭാതത്തിൽ വിചാരിച്ച് അങ്ങനെ സംഭവിച്ചതാണ് എന്ന് കരുതുന്നവരായിരിക്കണം അങ്ങനെ പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് പതിറ്റാണ്ടുകളായി ഗസയിലും പലസ്തീനിലെ മറ്റിടങ്ങളിൽ, വെസ്റ്റ് ബാങ്കിലും അടക്കം പലസ്തീനിലെമ്പാടും കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം എത്രയാണ് എന്നുകൂടി ഈ സമയത്ത് ഈ 2 കുഞ്ഞുങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വിലാപം നടത്തുന്നവർ ഒന്ന് ആത്മപരിശോധന നടത്തുന്നതും നല്ലതായിരിക്കും. പെട്ടെന്ന് എനിക്ക് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഓർമ്മ വരുന്നത് 2023 ഒക്ടോബർ 7-ന് ശേഷം CPM-ന്റെ നേതാവ്, ഡിവൈഎഫ്ഐയുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന കേരളത്തിലെ യുവനേതാക്കളിൽ ഏറ്റവും കരുത്തനായ ഒരു നേതാവ് എം സ്വരാജ്, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഇസ്രയേലിനെയും പലസ്തീനെയും 2 വശങ്ങളിൽ നിർത്തി നിഷ്പക്ഷ വിശകലനം തുടങ്ങുന്ന ഇടത്ത് തന്നെ കൊടിയ അനീതി നടന്നു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം ആദ്യത്തെ വരിയായിട്ട് എഴുതിയത്. അദ്ദേഹം അതിനുശേഷം ജയമോഹൻ എന്ന എഴുത്തുകാരന്റെ 100 സിംഹാസനങ്ങൾ എന്ന നോവൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിലൊരു ഭാഗം പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ന്യായം ഒരു വശത്തും നായാടി മറ്റൊരു വശത്തും നിന്നാൽ നമ്മൾ ന്യായത്തിനൊപ്പം നിൽക്കുമോ അല്ലെങ്കിൽ നായാടിക്കൊപ്പം നിൽക്കുമോ എന്നുള്ള ചോദ്യം, അത് ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗാർത്ഥി നേരിടേണ്ടി വരുന്ന ചോദ്യമാണ്. അപ്പോൾ ഈ
കൊടിയ അന്യായങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങിയ, ജനിച്ച നാൾ മുതൽ എത്ര കാലം അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ അത്രയും കാലവും കൊടിയ അനീതികൾ ഏറ്റുവാങ്ങുന്ന നായാടിക്കൊപ്പമല്ല നിങ്ങൾ, ന്യായത്തിനൊപ്പമാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ അനീതിക്കൊപ്പമാണ് എന്നാണ് അർത്ഥം എന്നാണ് സ്വരാജ് ഉദ്ദേശിച്ചത്. അദ്ദേഹം പറഞ്ഞു, അവർ എന്തു തന്നെ ചെയ്താലും അവർ നിരപരാധികളാണ് എന്നാണ് പറഞ്ഞത് പലസ്തീനെ കുറിച്ച്. പലസ്തീനിലെ ജനങ്ങളെല്ലാം ഒന്നുമില്ലാത്തവരാണ്, സ്വന്തം ഭൂമിയിൽ നാട്ടിയിറക്കപ്പെട്ട മനുഷ്യര്. അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നിരപരാധികളാണ് എന്നാണ്. അത് എനിക്ക് തോന്നുന്നു അത്രയും വ്യക്തമായും സ്പഷ്ടമായും ഒരു അഭിപ്രായം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഈ ഹമാസിനെ കുറിച്ചും ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയെക്കുറിച്ചും കൊടും ക്രൂരതകളെക്കുറിച്ചും മറ്റൊരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞതായി എന്റെ ഓർമ്മയിലില്ല. ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള നേതാക്കളൊക്കെ ദേശീയ തലത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്രയേലാണ് ഭീകര രാഷ്ട്രം, ഇസ്രയേൽ ഒരു ഈ യുദ്ധക്കൊതിയന്മാരാണ്, ഇസ്രയേൽ അങ്ങനെ ഒറ്റപ്പെടുത്തപ്പെടേണ്ട ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ ഇനിയിപ്പോ ചരിത്രത്തിലേക്കൊന്നും പോകണ്ടല്ലോ. ഗാന്ധിജി മുതൽ ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പലസ്തീനികളുടേതാണ് എന്നുള്ള നിലപാട് തന്നെയാണ് ഇന്ത്യ പരമ്പരാഗതമായി സ്വീകരിച്ചിരുന്നത്. ഈ വരുന്ന സമീപകാലങ്ങളിലൊക്കെയാണ് പൊതുവെ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് പോലും അതുമായി ബന്ധപ്പെട്ട എതിർ ശബ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഹമാസിനെ കൂടുതൽ ഭീകരന്മാരാക്കാനുള്ള ഒരു വല്ലാത്ത വ്യഗ്രത പല മാധ്യമങ്ങളും, നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ തന്നെ അങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട്. മറുപക്ഷത്ത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും എത്ര കാലമായി, എത്ര പതിറ്റാണ്ടുകളായി അത്തരത്തിൽ കുരുന്നുകൾ, അതായത് നവജാത ശിശുക്കൾ വരെ ഈ ലോകത്തേക്ക് പിറന്നു വീഴുമ്പോൾ തന്നെ കൊല്ലപ്പെടുന്നു എന്നുള്ളതും കൂടി ഈ സമയത്ത് ഓർക്കുന്നതും താരതമ്യപ്പെടുത്തുന്നതും ഒക്കെ നല്ലതായിരിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, നാളെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച സൗദി അറേബ്യയിൽ അറബ് നേതാക്കളുടെ ഒരു പ്രധാനപ്പെട്ട യോഗം ചേരുന്നു. സൗദി അറേബ്യ വിളിച്ചു ചേർത്ത യോഗമാണ്. ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് സൗദി അറേബ്യയും UAE-യും ഖത്തറും പിന്നെ ഈജിപ്തും ജോർദാനുമാണ്. അപ്പൊ ഈജിപ്ത് ഇതിനകം ഉണ്ടാക്കി വച്ചിട്ടുള്ളൊരു പ്രപ്പോസലാണ് പ്രധാനമായും ആ യോഗത്തിൽ, നാളത്തെ യോഗത്തിൽ ചർച്ചയാകുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ട്രംപിന്റെ ഗസ പ്ലാനിന് അതിന്റെ പകരമായി ഈജിപ്ത് ഉണ്ടാക്കിയിട്ടുള്ള ആ ധാരണ, അതും ഏത് തരത്തിൽ അത് വർക്കൌട്ട് ആകും, എത്ര നാളെടുക്കും അതിന്റെ ഗസയുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ റീകൺസ്ട്രക്ഷൻ, അവരിപ്പം നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം ഒരു 5 വർഷം വരെ എടുത്തേക്കാം ഗസ പൂർണ്ണമായും പുനർനിർമ്മിക്കാൻ, പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ എന്നാണ്. അപ്പൊ അതിന്റെ ഫണ്ടിങ് ആരാണ് മുടക്കുന്നത്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ചർച്ച ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ ആദ്യത്തെ ഘട്ടം ഒരു 6 മാസമാണ്. 6 മാസം കൊണ്ടാണ് പരമാവധി ഈ മാനുഷിക സഹായങ്ങളൊക്കെ ഗസയിലേക്ക് എത്തിക്കേണ്ടത്. അപ്പൊ അതിനുശേഷം ഈ കുറച്ച് കാലം എടുക്കുന്നൊരു റീകൺസ്ട്രക്ഷനാണ് ഗസയുമായി ബന്ധപ്പെട്ട് ഈജിപ്ത് ഇതിനകം ആലോചിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിനെ തുടർന്നായിരിക്കും, ഈ ഒരു യോഗത്തിന് ശേഷമായിരിക്കും, ഫെബ്രുവരി 27 നമ്മൾ ആദ്യം അനൗൺസ് ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷെ അത് ഫെബ്രുവരി 27 നടക്കില്ല. കാര്യം ഈ പങ്കെടുക്കാനുള്ള രാജ്യങ്ങളുടെയൊക്കെ അവരുടെ ഒരു അസൗകര്യമൊക്കെ കൊണ്ട് അത് മാർച്ച് 3 മാറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാർച്ച് 3 അത് നടക്കുക ഈജിപ്തിലായിരിക്കും. ഈജിപ്തിൽ അറബ് ഉച്ചകോടി നടക്കുന്നു. ആ അറബ് ഉച്ചകോടിയും കൂടെ കഴിയുമ്പോഴായിരിക്കും കൃത്യമായിട്ടും ഈ ഒരു പ്ലാൻ എന്താണ്, ഗസയുടെ പ്ലാൻ, പശ്ചിമേഷ്യയുടെ ഗസ പ്ലാൻ എന്ന് വ്യക്തമാവുക. അതാണ് ഏറ്റവും പ്രധാനമായി മേഖലയിൽ നിന്ന് പങ്കുവയ്ക്കേണ്ടി വരുന്ന മറ്റൊരു വാർത്ത. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഇസ്രയേൽ സൈന്യം നേരിടുന്ന വലിയ ഒരു ക്രൈസിസിനെ പറ്റി, വലിയ ഒരു പ്രതിസന്ധിയെ പറ്റിയുള്ള വാർത്ത. അതിന്റെ നമ്മൾ പറഞ്ഞിരുന്നു, ഇസ്രയേലിന്റെ ഓംബുഡ്സ്മാൻ എന്നുള്ള പദവിയും അദ്ദേഹം വഹിക്കുന്നുണ്ട്, കംട്രോളർ എന്ന പദവിയും വഹിക്കുന്നുണ്ട്. മദന്യാഹു പല ഘട്ടങ്ങളിൽ ഈ ഭരണകൂടത്തിന് കത്തെഴുതിയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ദീർഘമായി പറയുന്നില്ല. ഇസ്രായേൽ സൈനികരുടെ ഉള്ളിൽ മാത്രമല്ല, ഇസ്രായേലിലെ 30 ലക്ഷം പേരുടെ മാനസികാരോഗ്യം തകർന്നിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പല പഠനങ്ങളും പല റിപ്പോർട്ടുകളും ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം ഇപ്പോൾ പുറത്തുവിടുന്നൊരു വാർത്ത, ഇസ്രായേലിലെ 1,70,000 സൈനികർ മാനസിക വെല്ലുവിളികൾ നേരിടുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത്. എദിയോത്ത് അർഹോനോത്ത് എന്ന ഇസ്രയേൽ മാധ്യമം പുറത്തുവിടുന്ന വിവരമാണ്. ഈ 1,70,000 പേർ മാനസിക വെല്ലുവിളി നേരിടുന്നുവെന്നും അതിൽ നല്ലൊരു ശതമാനം പേരും അവർ ഈ ചികിത്സയ്ക്ക് വേണ്ടി പല ആശുപത്രികളെയും സമീപിക്കുന്നുവെന്നും അതിൽ പലർക്കും വല്ലാത്ത മാനസികമായ സംഘർഷങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്നും അവർക്ക് പലർക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത അവസ്ഥയിൽ അവർ മാനസികമായി തകർന്നു പോയിട്ടുണ്ട് എന്നുമൊക്കെ നമുക്കറിയാം. 2023 ഒക്ടോബർ 7 ശേഷം ഒരേ സമയം ഇസ്രയേല് പല ഇടങ്ങളിൽ, ഏറ്റവും ഒടുവിൽ സിറിയയിൽ വരെ അവരുടെ സൈനിക നീക്കം നമ്മൾ കണ്ടതാണ്.
ഈ 450-ലധികം ദിവസം നീണ്ട ഈ യുദ്ധമല്ലെങ്കിൽ ഏകപക്ഷീയമായ ആക്രമണം അത് ഗസയിൽ നടത്തി, അത് ഹിസ്ബുള്ളക്കെതിരെ ലബനനിൽ നടത്തി, ഒടുവിൽ അത് സിറിയയിൽ നടത്തി, നിരന്തരമായി മാസങ്ങൾ വർഷങ്ങളൊക്കെ നീളുന്ന ഇത്തരത്തിലുള്ള ഈ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഈ സൈനിക നടപടി, യുദ്ധം, അത് ഇസ്രയേലിലെ സൈനികരെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനിടയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ ഇവര് ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടിയോ ചില്ലാവാൻ വേണ്ടിയിട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ ഇപ്പൊ ബ്രസീലാകട്ടെ, നെതർലൻഡ്സ് ആകട്ടെ, അവിടെ നിന്നൊക്കെ ഇവർക്കെതിരെ കേസുകൾ ചാർജ് ചെയ്യപ്പെടുന്നു, അറസ്റ്റ് ഭയന്നവർക്ക് ഓടേണ്ടി വരുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ. അത് വലിയ സംഭവമായിട്ട് ഞാൻ പറയുകയല്ല, അതും ഒരു പ്രശ്നം തന്നെയാണെങ്കിലും ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇസ്രയേലിലെ ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സൈനികർ നേരിടുന്ന വല്ലാത്ത മാനസിക സമ്മർദ്ദമാണ്. അത് ഈ ദീർഘനാൾ നീണ്ട യുദ്ധവുമായി ബന്ധപ്പെട്ടവർക്കുണ്ടായതാണെന്നാണ് പറയുന്നത്. അപ്പൊ വീണ്ടും ഈ യുദ്ധത്തിന് കൊപ്പുകൂട്ടുന്ന ഇസ്രയേലിന്റെ ഭരണ സാരഥ്യത്തിലുള്ളവർക്ക്, നെതന്യാഹു ഒക്കെ ഇപ്പൊ വീണ്ടും ഞങ്ങൾ ഈ പകരം ചോദിക്കും എന്ന് പറയുമ്പോൾ അവിടെ ഈ ഇത്രയും നാളത്തെ സൈനിക നടപടിയിൽ ഇവർ എത്ര മനുഷ്യരെ കൊന്നുവെന്ന്, അതിലെത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്, എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്ന്, അവരുടെയൊക്കെ കയ്യിൽ ഉള്ള ചോരക്കറയുടെ കണക്ക് എത്രയാണെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ അവരുടെ നാട്ടിലെ സൈനികരോട്, ആ സൈനികരുടെ മാതാപിതാക്കളോട്, അവരുടെ ബന്ധുക്കളോട്, ഈ ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളോട് ഒക്കെ ഒരു ഭരണകൂടം എന്ന നിലയിൽ ഇസ്രയേൽ ചെയ്തത് എന്താണ് എന്നുള്ള ആത്മപരിശോധന നടത്താനുള്ള മണിക്കൂറുകളോ ദിവസങ്ങളോ ഒക്കെയാണ് ഇത് എന്നുകൂടി കരുതുകയാണ്. അതുകൊണ്ടാണ് എം സ്വരാജ് പറഞ്ഞത്, നമുക്ക് സമാധാനമാണ് വേണ്ടത്, ഇസ്രയേലും പലസ്തീനും ഒരുമിച്ച് യുദ്ധം നിർത്തട്ടെ എന്ന് പറയുന്നിടത്ത് അങ്ങനെ പറയുന്നവർ കൊടിയ അനീതിയാണ് ചെയ്യുന്നതെന്ന്. കാരണം അത് ഒരിക്കലും നീതിയല്ല. കാരണം സ്വന്തം മണ്ണ് നഷ്ടപ്പെട്ട പലസ്തീനികളോട് നിങ്ങൾ ആയുധം താഴെ വെക്കൂ എന്ന് പറയുന്നത് അത് നീതിയാകുന്നില്ല. മറിച്ച് യുദ്ധം നിർത്തണമെങ്കിൽ അത് ഇസ്രയേലാണ് നിർത്തേണ്ടത്. പലസ്തീനികൾക്ക് അവരുടെ മണ്ണ് കൊടുത്ത്, അവരുടെ ജന്മാവകാശമായ, തലമുറകളായി അവരുടേതായിരുന്ന, പരമ്പരാഗതമായി അവരുടേതായിരുന്ന ആ ഭൂമി അവർക്ക് വിട്ടുകൊടുത്ത് അവരെ അവിടെ സമാധാനമായി ജീവിക്കാൻ അനുവദിച്ച ശേഷം സ്വന്തം രാജ്യത്ത് സമാധാനമായി ജീവിക്കുകയും സ്വന്തം ജനങ്ങളെ സമാധാനമായി ജീവിക്കാനുള്ള അവസരം ആ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ഈ ലോകക്രമത്തിൽ തന്നെ പശ്ചിമേഷ്യയിൽ അവിടെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള, സമാധാനം തിരിച്ചു കൊണ്ടുവരാനുള്ള ദൌത്യത്തിൽ ഏർപ്പെടുകയാണ് ഇസ്രയേൽ ചെയ്യേണ്ടത് പുതിയ കാലത്ത് എന്ന സൂചനയാണ് യഥാർത്ഥത്തിൽ എം സ്വരാജ് നടത്തുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് നിഷ്പക്ഷമായി വിശകലനം നടത്തുന്നവരൊന്നും നിഷ്പക്ഷവാദികളല്ല, മറിച്ച് അവരൊക്കെ കൊടിയ അനീതി ചെയ്യുന്നവരാണ്. അപ്പോ ഈ നിഷ്പക്ഷത്തിനും അപ്പുറത്ത് ഹമാസ് ആയുധം താഴെ വെക്കണമെന്നും ഹമാസാണ് ഭീകരവാദികളാണെന്നും പറയുന്നവരുടെ കാര്യത്തിൽ സ്വരാജിനെ പോലെയുള്ള അത്യാവശ്യം വായനയും എഴുത്തും ചരിത്രബോധവും ഒക്കെയുള്ള മനുഷ്യർ എങ്ങനെയായിരിക്കും അതിനെ കണക്കാക്കുക, എങ്ങനെയായിരിക്കും അതിനെ വിലയിരുത്തിയിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളുമായി വൈകാതെ വീണ്ടും നിങ്ങൾക്കൊപ്പം ചേരാം. സ്നേഹം.